ഈ ലോകനിർമ്മിയിൽ വന്നതിന് ശേഷമുള്ള സൗഹൃദമാണോ വിനയ് ഫോർട്ടുമായിട്ടുള്ളത്? അതെ അതെ അതെ. നിങ്ങളുടെ ഒരു നല്ലൊരു ബോണ്ടിങ് സൗഹൃദമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിന് മുമ്പേ പേഴ്സണലി പരിചയമുള്ളതാണ്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ചായ എക്സ്പ്രസ് കാക്കനാട്ടിൽ ഒത്തുകൂടാറുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ അവരെ കൂടെ മെൻഷൻ ചെയ്ത് പറയണമെന്ന് എല്ലാവരും ഇഷ്ടം. വളരെ നമ്മുടെ സുഹൃത്തുക്കളെ ഇപ്പോൾ മിഥുനും ഈ പറഞ്ഞ പോലെ ശ്രീഹരിയും ഭരത്തും കിരണും എല്ലാവരും ജോസും അപ്പോൾ നമ്മുടെ അരുൺ മണി അങ്ങനെയുള്ള ഒരു യൂത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അവരും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അവരുടെ ഇപ്പോൾ പുതിയൊരു വർക്ക്. അതെ അതെ, പുതിയ വർക്ക് അവർ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ബാക്ക് ടു ബാക്ക് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവർ പറയുന്നത് കേൾക്കാനും അല്ല അവർ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും അവരുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അവരുമായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കണ എനിക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ റിലാക്സ്ഡ് ആയിട്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വൈകുന്നേരങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഞാനും അങ്ങനത്തെ ഒരു സർക്കിളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും വെറുതെ സമയം കളയുന്നതിനൊക്കെ നല്ലത് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഏത് പ്രായമായാലും നമുക്ക് താല്പര്യമൊക്കെ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അവരുടെ കമ്പനിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നപ്പോൾ അതൊരു വലിയ കാര്യം. വിനയായിട്ടും ഈ പറഞ്ഞ പോലെ വിനയായിട്ട് ഈ പള്ളിൽ സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വളരെ കുറവാണ്. വിനയ് ഒരു പക്ഷേ നമ്മുടെ അടുത്തൊക്കെയാണ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലാണുള്ള അടുപ്പമാണ് പുള്ളിയായിട്ട്. സിനിമയായിട്ടൊക്കെ ചില കാര്യങ്ങൾ തന്നെ ഉപദേശിക്കും, അതൊക്കെ തന്നെ ഉപദേശം കളിയാക്കലാണ് കൂടുതൽ. ഒരു സിനിമയ്ക്ക് പുറത്തെ അതിന് മുമ്പേ ഉള്ള ഫ്രണ്ട്ഷിപ്പ്. അതെ അതെ, സിനിമയ്ക്ക് പുറത്ത് ഞാൻ പറയല്ലോ നാടകത്തിൽ അങ്ങനെ ആ സമയത്തുള്ള ഒരു കമ്പനിയില്ല. അപ്പോൾ അത് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം വന്നപ്പോൾ ഞങ്ങളെല്ലാം ആട്ടത്തിൻ്റെ ഒരു ആലോചന വന്നപ്പോൾ ഗിരീഷ് മേനോൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടകത്തിൽ തന്നെയുള്ള ലൈറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സുഹൃത്തായ, നാടകത്തിൽ പുള്ളി ലൈറ്റ് ഡിസൈനറാണ്, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സജഷനായിരുന്നു. പുള്ളിയാണ് ഞങ്ങളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. പുള്ളി അങ്ങനെ ഒരു സജഷൻ ഇട്ടപ്പോൾ വിനയ് അത് പിന്നെ സിനിമയിൽ കുറച്ചും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ എക്സ്പീരിയൻസ് ഉള്ള വിനയ്ക്കാണ്. അപ്പോൾ വിനയാണ് അതിനെല്ലാ പിന്തുണയും നൽകിയത്, അതിന് മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് വിനയാണ്.